ദൂരദർശൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2021 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് പുറത്തു കൊണ്ടുവന്ന സ്കീമാണ് ദിശ, ഡിസൈനിങ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻ ഫോർ ഹോളിസ്റ്റിക് ആക്സസ് ടു ജസ്റ്റിസ്. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എല്ലാവർക്കും നിയമോപദേശം, നിയമസഹായം, നിയമത്തിൻ്റെ ബോധവൽക്കരണം. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് സംസാരിക്കുന്നത് അവകാശങ്ങളെക്കുറിച്ചാണ്. മുതിർന്ന പൗരന്മാരുടെ, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ, ഭിന്നശേഷിക്കാരുടെ, കുട്ടികളുടെ, സ്ത്രീകളുടെ, ഇവരുടെ എല്ലാവരുടെയും. ഇന്ന് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുവാനായി നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് കെ സുബൈർ KS, നമ്മുടെ രണ്ടാമത്തെ അതിഥി അഡ്വക്കേറ്റ് ഇന്ദു സൂസൻ. സ്വാഗതം മാഡം. മാഡം, നമ്മൾ ഈ സംസാരിച്ച വിഭാഗക്കാരുണ്ടല്ലോ, ഈ കാറ്റഗറിയിലെ ആൾക്കാർ, ഇവർ ഈ സമൂഹത്തിൽ ഫേസ് ചെയ്യുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? പറഞ്ഞിപ്പോൾ വനിതകളുടെ കാര്യം തന്നെ പറയുകയാണല്ലോ. ഇപ്പം അവർ ഫേസ് ചെയ്യുന്ന ഇപ്പം ഒരു ഡൊമസ്റ്റിക് വയലൻസ് അവർ വർഷങ്ങളായിട്ട്, ഇപ്പം ഞാൻ കണ്ടുവരുന്ന വർഷങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന ആൾക്കാരുണ്ട്. ബട്ട് ദേ പ്രിഫർ ടു കണ്ടിന്യൂ ദാറ്റ്. അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് അവർ അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞാലും കുടുംബത്തിലുള്ളവരോട് പറഞ്ഞാലും അത് സാരയില്ല, സഹിച്ചു മുമ്പോട്ട് പോവുക. അതിന് മെയിനായിട്ട് റീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന്, അവർക്ക് വരുമാന മാർഗം കാണത്തില്ല. സോ നാളെ അത് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് പോകാൻ പറഞ്ഞാൽ നാളെ വഴിയിലാകും. അവർക്ക് വേറെ ഒരു ഓപ്ഷൻസും അവരുടെ ഇല്ല. അങ്ങനെ വന്ന് അവരത് സഹിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത്. സോ അങ്ങനെ വരുമ്പോൾ, അങ്ങനെ വന്ന് എൻ്റെ അടുത്ത് പറയുന്നവരോട് ഞാൻ നൽകുന്ന ഒരു ഉപദേശം എന്നാന്ന് വെച്ചാൽ, ആ നിയമത്തിൻ്റെ ആ പ്രൊട്ടക്ഷൻ അവർക്ക് ശരിയായ രീതിയിൽ അവർ മനസ്സിലാക്കുന്നില്ല. ഈ ഡൊമസ്റ്റിക് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വന്നതോടുകൂടി ഈ ഇറങ്ങിപ്പോ എന്ന് പറയുന്ന, അതായത് ഒരു റെസിഡൻസ് പോലും ഇല്ലാതെ, ഒരു വരുമാനം പോലും ഇല്ലാതെ ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ വരുന്നില്ല. അതിൽ നിന്ന് അവരൊക്കെ എല്ലാവിധ പ്രൊട്ടക്ഷനും ഈ നിയമം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വൃദ്ധരായിട്ടുള്ള ആൾക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ, അവർ അധ്വാനിച്ചു, ജീവിതത്തിൽ മക്കളെ പഠിപ്പിച്ചു, എല്ലാം ഒരു നിലയിൽ എത്തിച്ചതിന് ശേഷം പിന്നീട് അവരെ ഒരു ആരോഗ്യപരമായി അവർ താഴോട്ട് പോവുകയും വരുമാനപരമായി അവർ താഴോട്ട് പോകുന്ന അവസ്ഥയിൽ വരുമ്പോൾ ഈ കുട്ടികൾ തിരിച്ചവരെ നോക്കാതാകുന്ന ഒരവസ്ഥയിൽ അവർക്ക് ചോദിക്കാൻ ആരുമില്ല. തന്നെത്താനെ ജോലി ചെയ്ത് അധ്വാനിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോയി. ഈ അവസരങ്ങളിൽ ആണ് നമുക്ക് ഈ സീനിയർ സിറ്റിസൺ പ്രൊട്ടക്ഷൻ ട്രൈബ്യൂണൽ ഉള്ളത്. അവർക്ക് സീനിയർ സിറ്റിസൺ ആയിക്കോട്ടെ, 60 മുകളിലുള്ളവർക്ക് മാത്രമല്ല, ഒരു പേരൻസ് എന്ന് പറയുമ്പോൾ ദേ നീഡ് നോട്ട് ബി അബൌവ് 60 years. ഒരു പേരൻറ്റിന് കുട്ടികൾ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കും അതേപോലെ തന്നെ ട്രൈബ്യൂണൽ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പം നമ്മുടെ നിയമം സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അത് തന്നെയാണ് ദിശയുടെ ഏറ്റവും വലിയ ഉദ്ദേശവും മാഡം. ഇപ്പോൾ ടെലി നിയമങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നിയമങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല, പക്ഷേ എന്തെങ്കിലും ഒരു ക്രൂരതയ്ക്ക് ഇരയാകേണ്ടി വന്നു എന്നാൽ തന്നെ അവർക്ക് ടെലി നിയമങ്ങൾ ഉപയോഗിച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് അഡ്വക്കേറ്റ്സിനെ ഓൾറെഡി ദിശയുടെ സ്കീമിൽ എംപാനൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു ഉപദേശം നേടണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ടെലി നിയമം വഴി അത് ലഭ്യമാവുന്നതാണ്. സർ, സാറിൻ്റെ ഒരു പ്രവർത്തന പരിചയത്തിൽ ഇവർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇതിൽ മുതിർന്ന പൗരന്മാരുടെയും സ്ത്രീകളുടേതും മാഡം പറഞ്ഞു. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭിന്നശേഷിക്കാർ ഒരു തരമല്ല, 21 തരത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. 21 തരത്തിൻ്റെയും പ്രശ്നങ്ങൾ 21 അല്ലെങ്കിൽ അതിലധികമോ ആണ് എന്നുള്ളതാണ് പ്രതിസന്ധി. പക്ഷെ പൊതുവായിട്ട് നമുക്ക് ആദ്യമേ ഉന്നയിക്കാനുള്ള ഒരു പ്രശ്നം, ഇപ്പോഴും നമ്മുടെ വീടുകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മളുടെ സ്കൂളുകൾ, നമ്മളുടെ സർക്കാർ ഓഫീസുകൾ ഒന്നും തന്നെ പൊതുവെ ഇപ്പോഴും ഭിന്നശേഷി സൗഹൃദമല്ല എന്നുള്ളതാണ്. വളരെ കൃത്യമായി നമ്മുടെ റോഡുകളിൽ ഒരു കാഴ്ച പരിമിതിക്കാരന് നടന്നു പോകാനുള്ള യാതൊരു സംവിധാനവും ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് മിക്ക സ്ഥലത്തും രൂപപ്പെട്ടിട്ടില്ല. ഒരു കെട്ടിടത്തിലേക്ക് കയറി പോകാനുള്ള റാമ്പുകൾ പോലും നമ്മൾ രൂപപ്പെടുത്താറില്ല. വീടുകളിൽ, ഭിന്നശേഷിക്കാരുള്ള വീടുകളിൽ പോലും ഇപ്പോഴും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി, ഇത്രയും ടെക്നോളജി വികസിച്ച കാലഘട്ടത്തിൽ പോലും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് ഭിന്നശേഷിക്കാർക്കുള്ളത്. ഇത് അവരുടെ പഠനത്തെ ബാധിക്കുന്നു, തൊഴിലിനെ ബാധിക്കുന്നു, ജീവിതത്തെ ആകെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വിഷയം ഇത് തന്നെ. ഒരു 12 വയസ്സ് മുതൽ ഒരു 18 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ താൻ ഇതുവരെ ജീവിച്ച ആണായിട്ടല്ല തൻ്റെ ജീവിതം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഉള്ളിൽ നിന്നുള്ള എരിച്ചിലും തിരേടിയും എല്ലാം ചേർന്നിട്ട് വലിയ പ്രതിസന്ധിയിലേക്ക് അവർ പോകുന്നു. ആ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. അതോടുകൂടി ഇവരുടെ വിദ്യാഭ്യാസം ഇല്ലാതാവുന്നു. ഇനിയിപ്പോൾ തൊഴിലിന് പോകണമെന്ന് കരുതിയാൽ സാമൂഹ്യ അംഗീകാരം ഇല്ലാതാവുന്നു. വീട് തന്നെ ഇല്ലാതാവുന്നു. പിന്നെ അവരുടെ എല്ലാ തരത്തിലുള്ള ജീവിതവും താളം തെറ്റിപ്പോകുന്ന അവസ്ഥയാണ്. 2019 നിയമം നിലനിൽക്കും
കേൾക്കുമ്പോഴും നമുക്കത് ആ ഒരു തരത്തിൽ സമൂഹത്തെ മനസ്സിലാക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അത് മനസ്സിലാക്കിക്കാനാണ് ഇത്തരം പദ്ധതികൾ നമ്മുടെ മുന്നിൽ വരേണ്ടത്. ഇപ്പം ഇതുപോലെ തന്നെ നമ്മളുടെ പട്ടിക ജാതി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഭൂമി എന്ന് വരുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയെ തുടർന്ന് ഇപ്പം 24,000-ത്തിലധികം കോളനികളാണ് ഇപ്പോഴും കേരളത്തിൽ പോലും ഉള്ളത്. അപ്പം ഈ കോളനികളിലൊക്കെയുള്ള ആളുകൾക്ക് ഭൂമിയില്ല. ഭൂമിയില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് അവർക്കുള്ള സോഷ്യൽ ക്യാപിറ്റൽ, സിംബോളിക് ക്യാപിറ്റൽ ഇതൊന്നും വർദ്ധിക്കുന്നില്ല എന്നുള്ളൊരു പ്രതിസന്ധിയാണ്. ഇത് ജാതി എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള വിവേചനം അതിൻ്റെ ഭാഗമായിട്ട് നീങ്ങുന്നു, സമൂഹത്തിലുള്ള അംഗീകാരം കുറയുന്നു, അവരുടെ സെൽഫ് എസ്റ്റീം കുറയുന്നു. ഇതൊക്കെ ഒരു പ്രതിസന്ധിയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. കുട്ടികളുടെ കാര്യത്തിലും ഇതേപോലെ തന്നെ കേവലം ഒരു ലൈംഗിക പീഡനം മാത്രമല്ല, ശാരീരിക പീഡനം എന്നുള്ളത് അച്ഛൻ്റെയും അമ്മയുടെയും ഒരു സ്വത്താണ് കുട്ടി എന്നുള്ള രീതിയിൽ അടിക്കുന്നത്, അതിഭീകരമായ മർദ്ദനം, അതോടൊപ്പം തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട് അവരോടുള്ള വൈകാരികമായിട്ടുള്ള പെരുമാറ്റം വളരെ മോശമാവുക, ഇതെല്ലാം നിയമപരമായി തെറ്റാണ് എന്നുള്ള ഒരു ബോധം പൂർണ്ണമായിട്ടും നമ്മുടെ സമൂഹത്തിൽ എത്തിക്കുന്നതിൽ ഇപ്പോഴും നമ്മൾ വിജയിച്ചിട്ടില്ല. ആ വിജയത്തിലേക്ക് ഇതൊക്കെ ഈ ഇഷ്യൂസിനെ പരിഹരിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ അജണ്ട എന്നുള്ളത്. देश भर के 300 से भी अधिक संविधान सभा के सदस्यों की अथक परिश्रम और जोरदार मंथन के बाद भारत के लोगों ने स्वयं को अमृत कलश के रूप में दिया एक नायाब उपहार, संविधान। इसी जीवंत और पवित्र मार्गदर्शिका के बल पर हमें दुनिया का सबसे बड़ा और महान लोकतंत्र होने का गौरव प्राप्त है। 28 राज्यों और 8 केंद्र शासित प्रदेशों सहित 140 करोड़ से भी ज्यादा लोगों के विविधता भरे इस देश को एक सूत्र में पिरोता है हमारा संविधान। संविधान है हमारे देश का महाप्राण, जो हर एक नागरिक को सामाजिक, आर्थिक, राजनैतिक न्याय के साथ साथ प्रतिष्ठा, गरिमा और अवसर की समानता भी प्रदान करता है। गर्व है हमें अपने संविधान पर, जो हमें प्रकाश और आगे बढ़ने की प्रेरणा प्रदान करता है। स्वतंत्रता की 75 साल की गौरवपूर्ण यात्रा हमने इसकी मदद से पूरी की। समय समय पर जरूरत के अनुसार इसे और बेहतर किया। वंचितों तक इसकी पहुंच को और आसान बनाने को प्रतिबद्ध हैं हम। इसलिए लोकतंत्र के 75वें वर्ष में पूरे वर्ष हम करेंगे संविधान समर्पित। सबको न्याय, हर घर न्याय, नव भारत, नव संकल्प, विधि जागृति जैसे विविध अभियानों का आयोजन संविधान में लिखी समानता, कर्तव्य और अधिकारों के आधार पर ही हम संकल्प से सिद्धि की मंजिल भी हासिल करेंगे। हमारा संविधान, हमारा सम्मान। നമ്മൾ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യത്തിലായാൽ പോലും നമ്മൾ ഒരുപാടൊന്നും പ്രോഗ്രസീവ് ആയിട്ടില്ല ഇതിനെക്കുറിച്ച്. നിയമങ്ങളും അവകാശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ സാധാരണ ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും ഇതിനെക്കുറിച്ചൊരു അവബോധം അത്രയ്ക്ക് ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് പലപ്പോഴും പേഴ്സണലി തോന്നിയിട്ടുണ്ട്. സർ, ഇത് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത്, ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് ശരിക്കും എന്തായിരിക്കും? അതെ, അതിലിപ്പം അന്തർദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം അനുസരിച്ച് ഒരാളെ പോലും വിവേചനാത്മകമായി കാണാൻ പാടില്ല. അത് ഈ പറയുന്ന ജാതിയുടെ അടിസ്ഥാനമാവട്ടെ, ഈ പറയുന്ന ലിംഗത്തിൻ്റെ അടിസ്ഥാനമാവട്ടെ, പ്രായത്തിൻ്റെ അടിസ്ഥാനത്താവട്ടെ, അവരുടെ ശാരീരികമായ പരിമിതികളുടെ അടിസ്ഥാനത്തിലാവട്ടെ, ഒന്നും പാടില്ലാത്തതാണ്. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ നിയമങ്ങളും അങ്ങനെ തന്നെയാണെന്ന് നമുക്കറിയാം. എല്ലാ നിയമങ്ങളും വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒരാളുടെ അവകാശം നഷ്ടപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് സമൂഹത്തോട്, ഭരണകൂടത്തോട് വലിയ പ്രതിഷേധം രൂപപ്പെടും. ഈ പ്രതിഷേധമാണ് പിന്നീട് അവർ ക്രിമിനലുകളായി, അല്ലെങ്കിൽ സ്റ്റേറ്റിനെതിരെ, അല്ലെങ്കിൽ മറ്റു വ്യക്തികൾക്കെതിരെ, അല്ലെങ്കിൽ തനിക്ക് തന്നെ എതിരെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള സംഗതികളിലേക്ക് ആളുകളെ നയിക്കുന്നത്. അത് സാമൂഹ്യമായിട്ടുള്ള പിന്നോട്ടടിയിലേക്കാണ് നമ്മളെ നയിക്കുക. അത് വ്യക്തമായി തന്നെ ഒരു ഏത് മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ജയിലിലെത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഡാറ്റ വെച്ച് തന്നെ പറയാൻ കഴിയും. പിന്നോക്ക സാഹചര്യങ്ങൾ ജീവിക്കുന്ന പാർശ്വവൽകൃതരാണ് ജയിലിൽ കൂടുതൽ എത്തുന്നത്. അത് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗം മാത്രമല്ല, അവർക്ക് ജീവിക്കാനുള്ള ശ്രമത്തിൽ അവർ
നമ്മുടെ നിയമത്തെ മറികടക്കേണ്ടി വരുന്നു എന്നുള്ളത്. അപ്പോൾ ചെറുപ്പത്തിൽ ജനിച്ചു വീഴുന്ന അന്ന് മുതൽ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലിരിക്കുന്ന അവസ്ഥ മുതൽ മരിക്കുന്നത് വരെ, നമ്മുടെ സീനിയർ സിറ്റിസൺസ് അല്ല, മരിക്കുന്നത് വരെയുള്ള സാഹചര്യങ്ങളിൽ പോലും ഒരാളുടെ അവകാശം പോലും ഹനിക്കപ്പെടാതിരിക്കാനുള്ള ശ്രദ്ധ നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് ജയിലുകൾ അടച്ചുപൂട്ടുന്ന ഒരു രാജ്യമായി ഇന്ത്യയെ മാറ്റിയെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ദിശയുടെ രണ്ടാമത്തെ സ്കീം എന്ന് പറയുന്നത് ന്യായബന്ധുവാണ്. അപ്പോൾ ന്യായബന്ധു പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമസഹായം തന്നെയാണ്. അത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും താലൂക്ക് തലത്തിലും തന്നെ ഈ പറയുന്ന ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു ആക്സസിബിലിറ്റി, അപ്രാപ്യത എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും ഒരാൾക്ക് ഉണ്ടാവരുത്. നിരക്ഷരത അല്ലെങ്കിൽ അജ്ഞത, കാരണം പലപ്പോഴും ജനങ്ങൾ കോടതിയിലേക്ക് പോകാത്തത്, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ പിന്നോക്ക വിഭാഗത്തിൽ നിൽക്കുന്ന ആൾക്കാർ പോകാത്ത ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം. ഒരു അഡ്വക്കേറ്റിന് കൊടുക്കാനുള്ള ഒരു ഫീസോ അല്ലെങ്കിൽ കോടതിയുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഔപചാരികതയ്ക്ക് മായി ചേർന്നിട്ടുള്ള ഒരു സാമ്പത്തിക ഇടപാടൊന്നും അവർക്ക് നടത്താൻ സാധിക്കാതെ വരുമ്പോൾ പലപ്പോഴും പിന്നോക്കം പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് ശരിക്കും ദിശ നിങ്ങൾക്കൊരു കൈത്താങ്ങായിട്ട് വരുന്നത്. ഇപ്പോൾ മാഡം അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ മാഡത്തിൻ്റെ പ്രവർത്തന പരിചയത്തിൽ ഈ പറയുന്ന നമ്മുടെ വിഭാഗത്തിലെ ആൾക്കാരിൽ ആരെങ്കിലും ഒരാൾ ഒരു ബുദ്ധിമുട്ടുമായിട്ട്, ഈ ഒരു വെല്ലുവിളിയായിട്ട് മാഡത്തിൻ്റെ അടുത്തേക്ക് വന്ന് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം? ഞാനിതിൽ 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ കുട്ടികളെ സംബന്ധിച്ചുള്ളത്, ഞാൻ ഒരു പ്രത്യേക ഒരു കാര്യം, ഞാൻ കുട്ടികളായിട്ട് കുറച്ച് ഇൻറ്ററാക്ട് ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി. ഞാനൊരു കെൽസയുടെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട്. സോ പല സ്കൂളുകളിലും പോയി ഇതായിരുന്നു മെയിനായിട്ട് ഓൺലൈൻ പ്രൊട്ടക്ഷനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ അതിൻ്റെ അകത്ത് ഈ പല ഒഫൻസും അത് ഒഫൻസ് ആണെന്നുള്ള അവയർനെസ് കുഞ്ഞുങ്ങൾക്കില്ല. ഈ പല ഇലക്ട്രോണിക് മീഡിയ ഒഫൻസസ്, ഇപ്പോൾ ബോയ്സ് ആണോ ഗേൾസ്, ആൺകുട്ടികളും പെൺകുട്ടികളും ചെയ്യുന്നത് അവരൊരു നോർമലായിട്ട് ചെയ്യുന്ന ഒരു ആക്റ്റായിട്ട് മാത്രം അതിനെ കാണുന്നത്. അതൊരു ഒഫൻസ് ആണെന്ന് നമ്മൾ ആ ക്ലാസ് എടുത്തു കഴിയുമ്പോഴത്തേന് അതിൻ്റെ ഗൗരവം എന്താണ്, അത് വന്നാൽ ക്രിമിനൽ പണിഷ്മെൻറ്റ് എന്താണ്, ഇതൊക്കെ വരുമ്പോഴാണ് കുട്ടികൾക്ക് അതിനെപ്പറ്റി ഇങ്ങനെ റൈറ്റ്സിനോടൊപ്പം തന്നെ ഈ ആസ്പെക്റ്റും അവർ അറിഞ്ഞിരിക്കണം. സോ നമ്മൾ ഓരോ സെക്ഷൻ ഓഫ് ആൾക്കാർക്ക് ഈ നിയമം എത്തണമെന്ന് പറയുന്നത് പോലെ തന്നെ അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും ആദ്യം അത് കുട്ടികളിൽ തുടങ്ങുകയാണെങ്കിൽ, സ്കൂൾ തലത്തിൽ ഈ ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യുകയാണെങ്കിൽ റൈറ്റ്സ്, ലയബിലിറ്റീസ് ഇതെല്ലാം സ്കൂൾ തലത്തിൽ, അത് ഗവൺമെൻറ് സ്കൂളായിക്കോട്ടെ പ്രൈവറ്റ് സ്കൂളായിക്കോട്ടെ, ആ കുട്ടികളെങ്കിലും അവെയറായിട്ട് വരികയാണ്. അതിനുശേഷമാണ് ലീഗൽ എയ്ഡ് എന്നുള്ള ഒരു ഇത് വരുന്നത്. ലീഗൽ എയ്ഡ് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ലേഡി എൻ്റെ അടുത്ത് വന്നു. അവർ വിദ്യാഭ്യാസം കുറവാണ്, ഭർത്താവിൻ്റെ വരുമാനത്തിൽ നിന്ന് ഒരു വീട്ടമ്മയായി ജീവിക്കുകയാണ്. അവർ വന്നിട്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ തമ്മിൽ മാരിറ്റൽ ഡിസ്പ്യൂട്ട് തുടങ്ങി. ഇനിയിപ്പം അവർക്ക് ഹസ്ബൻഡിന് ജോലിയുണ്ട്, ഇവരെ ഡിപ്പെൻഡൻ്റ് ആണ്, അവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അവരൊക്കെ അറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ ലാൻഡ് ലോഡുമായിട്ട് ഇത് ചെയ്തിട്ട് ഈ വീട്ടിൽ നിന്ന് മാറിക്കൊടുക്കണം എന്ന് പറയുകയാണ്. ആ വീട്ടിൽ നിന്ന് മാറിക്കൊടുക്കുമ്പം ഹസ്ബൻഡ് ഒരിടത്തോട്ട് പോവും, ഭാര്യ വേറൊരിടത്തോട്ട് പോകേണ്ടി വരും. ഇവർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. ഒന്നാമത് ആ നിയമം, അതായത് ഇപ്പോൾ ഷെയർഡ് ഹൗസ് ഹോൾഡ് അതിൻ്റെ ഒരു റെസിഡൻസോടെ പ്രൊട്ടക്ഷനൊക്കെ നമുക്കുണ്ടല്ലോ, ഈ നിയമത്തെപ്പറ്റി അറിയില്ല. അവർ വേവലാതിപ്പെട്ട് ഓടി വന്ന് പറയുകയാണ് എന്താണ് ഇനി ചെയ്യാനുള്ളത്. അവരുടെ വിചാരം ഭർത്താവ് ഇനിയിപ്പം അതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തും സഹിച്ച് നിൽക്കാനുള്ള മെയിനായിട്ടുള്ള റീസൺ ഇതാണ്. നാളെ ഇവരെന്നോട് ഇറങ്ങിപ്പോവാൻ പറയുകയാണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അവിടെ നിയമത്തിൻ്റെ പ്രൊട്ടക്ഷനുണ്ട്. ആ വീട്ടിൽ തന്നെ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഹസ്ബൻഡ് റെൻറ്റും കൊടുത്ത് അവിടെ തന്നെ നിൽക്കാനുള്ള പ്രൊവിഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതാണ് ഇവർ അത് ഞാൻ ഇപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ അവർ വന്ന ഒരു അവസ്ഥയും ഇല്ല, നിങ്ങൾ അവിടെ തന്നെ നിന്നോ, പേടിക്കാനില്ല എന്ന് പറഞ്ഞൊരു ചെയ്യുമ്പോൾ ആ വ്യത്യാസം അവരുടെ മുഖത്ത് പരിരക്ഷ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് അല്ലേ? അതിപ്പം എൻ്റെ അടുത്ത് വന്ന പോലെ തന്നെയല്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ലീഗൽ സർവീസ് അതോറിറ്റീസ് അവർ ഭയങ്കര ഒരു ഹെൽപ്പാണ് ചെയ്യുന്നത്. ഇപ്പം പൈസ ഇല്ലാത്തവർക്ക് പോലും അവർക്കൊരു ലീഗൽ എയ്ഡ് എന്നുള്ളൊരു പ്രൊവിഷൻ ഉള്ളിടത്തോളം കാലം അവിടെ ചെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് അറിയണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. എപ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മെൻ്റൽ സപ്പോർട്ട് നിയമം പറയുന്നതോടൊപ്പം തന്നെ ഒരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക. നെക്സ്റ്റ് അതിൻ്റെ അടുത്ത പടി എന്തെന്ന് പറഞ്ഞ് അങ്ങനെ അവരെ കൂട്ടിക്കൊണ്ട് പോയാലേ ഉള്ളൂ ഈ സെക്ഷനിലെ ആൾക്കാർക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി തന്നെയാണ് ദിശ എന്ന് പറയുന്ന ഒരു സ്കീം ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ടെലി നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു നിയമത്തിൻ്റെ സഹായവും ഒരു ആശ്വാസവും ആണ്. കാരണം നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഇവിടെ ഈ നാട്ടിലൊരു വ്യവസ്ഥിതിയുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള അവകാശങ്ങളുണ്ട്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നിയമങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പാണ് ശരിക്കും ദിശ എന്ന് പറയുന്നത്. മാഡം ഇപ്പോൾ മാഡം അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ
ഒരു എന്തൊക്കെയാണ് മാഡം ഒരു അവകാശങ്ങൾ? ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സമയത്തിൻ്റെ പരിമിതി മൂലം നമുക്ക് എല്ലാം കവർ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഈ കാറ്റഗറിയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമ അവകാശങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ മാഡം? ജനറലായിട്ട് ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ്. അല്ല, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിപ്പം എനിക്ക് ഇപ്പം കൂടുതൽ വനിതകളാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഇപ്പോൾ കുട്ടികളുടെ കാര്യമാണെങ്കിലും ഇപ്പോൾ വനിതകളുടെ കാര്യമാണെങ്കിലും ഞാൻ ഇപ്പോൾ എല്ലാവർക്കും എത്തിക്കാൻ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ, ഉപദേശം ഇൻ ദ സെൻസ്, ഞാൻ മനസ്സിലാക്കിയത് ദർ ആർ സർട്ടൻ ഹേർഡിൽസ് ബൈ വിഷ് ഇവർ നിയമത്തിലേക്ക് വരാതിരിക്കുന്നത്. ആ തടസ്സങ്ങൾ നീക്കം ചെയ്യുകയാണ്. അതില്ല എന്ന് അവർക്കൊരു മനസ്സിലാവുകയാണെങ്കിൽ അവർ മുമ്പോട്ട് വരും. അപ്പം ഫോർ എക്സാമ്പിൾ റെസിഡൻസ് ഓർഡർ, ഒരു വാടക വീട്ടും ആയിക്കോട്ടെ, അവിടെ താമസിക്കുന്നു, നാളെ ഒരു കംപ്ലയിൻറ്റ്, ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറുണ്ട്, എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറുണ്ട്. ആ പ്രൊട്ടക്ഷൻ ഓഫീസറെ നമ്മൾ സമീപിക്കുന്നു. ആ പ്രൊട്ടക്ഷൻ ഓഫീസർ വഴി ഒരു കംപ്ലയിൻറ്റ് മജിസ്ട്രേറ്റിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ നാളെ നമ്മൾ തന്നെ ഒരു ഇത് കൊടുക്കുന്നു. നമുക്കൊരു ഓർഡർ കിട്ടിയാണ് അതേ വീട്ടിൽ എല്ലാവിധ സുരക്ഷതയും കൂടി അവിടെ തന്നെ താമസിക്കാനായിട്ട്. അതിനോടൊപ്പം തന്നെ വാടക വീടല്ല, സ്വന്തം വീടാണെന്ന് വിചാരിക്കുക, ഭർത്താവ് പറയാം ഞാൻ നാളെ ഇത് വിൽക്കാൻ പോവാം, അപ്പം ഇറങ്ങി പോകേണ്ടി വരും. ഉടനെ അന്നേരവും നമുക്ക് റെസ്ട്രെയിൻ ഓർഡർ, ആ ഒരു വീടോ അതിലെ സ്വത്തുക്കളോ ഈ അമ്മയ്ക്കും ഈ കുട്ടികൾക്കും ജീവിക്കാനുള്ളത് എന്തുവിധ തടസ്സങ്ങളും ഭർത്താവ് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതിനെ എല്ലാം റെസ്ട്രെയിൻ ചെയ്തുകൊണ്ടുള്ള ഓർഡർ ഈ മജിസ്ട്രേറ്റിന് പാസ്സാക്കാൻ പറ്റും. അപ്പം വിത്ത് മോണിറ്ററി ബെനിഫിറ്റ്സ്, എന്തൊക്കെ മെയിൻ്റനൻസ് ആണോ കുട്ടികൾക്കും ഭാര്യയ്ക്കും എന്തൊക്കെ വേണോ അതും അതിൻ്റെ ഇത്രയും പ്രൊട്ടക്ഷൻ അവിടെയുണ്ട്. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാറ്റഗറിക്കും അർഹിക്കുന്നതായിട്ടുള്ള അവകാശങ്ങളും നിയമങ്ങളും നമ്മുടെ വ്യവസ്ഥിതിയിലുണ്ടെന്നുള്ളതാണ് സത്യം. സർ, ഒരു സോഷ്യൽ ഒരു ബ്ലോക്ക് ഇല്ലേ സർ ഈ പറയുന്ന കാറ്റഗറി വിഭാഗങ്ങൾക്ക് എല്ലാവർക്കും ഒരു മുന്നോട്ട് വരാനായിട്ട്? ഇപ്പോൾ ഒരു കുട്ടിക്കെതിരായിട്ട് ഒരു അതിക്രമം നടന്നു, അവർക്ക് ചിലപ്പോൾ പേരൻസിന് മുന്നോട്ട് വന്ന് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു മുതിർന്ന പൗരനെ എടുക്കാം, സ്വന്തം മകനെതിരെ അല്ലെങ്കിൽ മകൾക്കെതിരെ എങ്ങനെ ഞാനൊരു കേസ് കൊടുക്കും എന്നുള്ള ഒരു ബ്ലോക്ക് അല്ലേ? സാറിന് എന്ത് തോന്നുന്നു? അത് വളരെ വ്യാപകമാണോ? തീർച്ചയായിട്ടും ഇത് നമ്മളെപ്പോലെ ഒരു സമൂഹത്തിൽ, നമ്മളെപ്പോലെ ഇന്ത്യ പോലുള്ള ഒരു സമൂഹത്തിൽ ഇത് വളരെ പ്രകടമാണ്. ഒന്നെന്താ പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസോടുകൂടി വളരുന്നത്. ഇപ്പോൾ ഒരു കുട്ടിയെ വളർത്തി കൊണ്ടുവരുമ്പോൾ തന്നെ കുടുംബത്തിനെതിരെ ഒന്നും പറയരുത്. അതിപ്പോൾ കുടുംബത്തിൻ്റെ അന്തസ്സാണ് പ്രധാനം, നമ്മളുടെ റൈറ്റ്സ് അല്ല, ജീവിതമല്ല. ഇപ്പോൾ ഒരാളുടെ ജീവിക്കാനുള്ള അവകാശം, തനിക്ക് വെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല, വായു കിട്ടുന്നില്ല, കിടക്കാനുള്ള സ്ഥലമില്ല, അല്ലെങ്കിൽ തനിക്ക് ചൂഷണം നേരിടുന്നു, ഇത് ഉറക്കെ പറയേണ്ടതാണ് എന്നുള്ളൊരു ബോധ്യം പൊതുവേ ചെറുപ്പം മുതൽ നമ്മളുടെ വിദ്യാഭ്യാസ സിസ്റ്റമോ നമ്മുടെ വീട്ടന്തരീക്ഷമോ ഉണ്ടാക്കുന്നില്ല. പെൺകുട്ടിയാണെങ്കിൽ അതൊന്നുകൂടി ഇതാവും. എന്താ പറഞ്ഞാൽ പെൺകുട്ടികൾ പുറത്തേക്ക് മിണ്ടാൻ പാടില്ലെന്നാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു പട്ടികജാതിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരിലുണ്ടാക്കുന്ന ബോധം, നൂറ്റാണ്ടുകൾ കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരുന്ന ബോധം, താൻ താഴെ തട്ടിലുള്ളതാണ്, മേലെ തട്ടിലുള്ളവർക്ക് പോലുള്ള അവകാശം തനിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു അവകാശബോധം, തനിക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, സംരക്ഷിക്കപ്പെടാൻ സ്റ്റേറ്റിൻ്റെ സംരക്ഷണം നേടാനുള്ള, നിയമപരമായ സംരക്ഷണം നേടാനുള്ള അവകാശമുണ്ട്. അതുപോലെ എല്ലാത്തരം വികാസത്തിനും, വിദ്യാഭ്യാസത്തിന്, അതുപോലെ പോഷണത്തിന്, വിനോദത്തിനും ഒക്കെയുള്ള അവകാശം തനിക്കുണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയല്ല ഇത്തരം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളിലെ കുട്ടികളായാലും മറ്റുള്ളവരായാലും ജീവിച്ചു വരുന്നത്. ഇപ്പം പ്രായമായ ആളുകൾ, മുതിർന്ന പൗരന്മാരുടെ കാര്യത്തിൽ തന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ അഥവാ തൻ്റെ മക്കളൊക്കെ തീരുമാനിച്ചോളും, താനതിൽ ഇടപെടേണ്ടതില്ല. നമ്മളും പൊതുവേ സമൂഹം പെരുമാറും അങ്ങനെയാണ്. നിങ്ങൾക്ക് അവിടെ അങ്ങനെ മൂലയിൽ ഇരുന്നാൽ പോരെ, കുട്ടിയോട് ചോദിക്കും, ചെറിയവർക്ക് എന്താ ഈഗിൽ കാര്യം ചോദിക്കും, മുതിർന്നവരോട് ചോദിക്കും, മൂലയ്ക്ക് ഇരുന്നാൽ പോരെ, ഞങ്ങൾ തീരുമാനിച്ചോളൂ. അഥവാ തീരുമാനിക്കേണ്ടവർ എന്ന് പറയുന്നവർ മുഖ്യധാരയിലുള്ളവരാണെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവർ തീരുമാനമെടുക്കേണ്ടവരല്ല എന്നുള്ളൊരു ബോധ്യമാണ് പൊതുവെ സമൂഹത്തിലുള്ളത്. ഈ ബ്ലോക്കാണ് ചെറുപ്പം മുതൽ സാമൂഹ്യമായിട്ടുണ്ടാവുന്ന ഈ ബ്ലോക്കാണ് ഓരോരുത്തരെയും ബാധിക്കുന്നത്. ഇതിനെ മറികടക്കണമെങ്കിൽ വ്യാപകമായിട്ട് നമ്മളുടെ നിയമത്തിൽ അല്ലെങ്കിൽ അന്തർദേശീയ ഉടമ്പടികൾ ഉൾപ്പെടെ, നമ്മുടെ നിയമങ്ങൾ ഉൾപ്പെടെ, അതിൻ്റെ ചട്ടങ്ങൾ ഉൾപ്പെടെ, അതിൻ്റെ പ്രോട്ടോക്കോളുകളോ പോളിസികളോ ഉൾപ്പെടെ ജനങ്ങളിലെത്തുന്ന ഒരു വിദ്യാഭ്യാസ സിസ്റ്റവും അതൊരു ജനകീയമായ വിദ്യാഭ്യാസ സംവിധാനവും ഇതുപോലുള്ള മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടാകുമ്പോഴേ നമുക്കതിനെ മറികടന്നെടുക്കാൻ കഴിയുള്ളൂ. चाचा प्रणाम। प्रणाम। चाचा ड्यूटी जा रहे हैं, बिटिया का ध्यान रखिएगा। ठीक है, कोई बात नहीं, आपकी बेटी हमारी बेटी। जाओ बिटिया।
कहाँ चली? मेरा नाम गीता है। मैं छेड़छाड़ से परेशान हूँ, मेरी मदद कीजिए। भारत में कई ऐसे कानून हैं जो महिलाओं एवं बच्चों के सशक्तिकरण एवं संरक्षण के लिए बनाए गए हैं। अगर आपको और सहायता की जरूरत है तो कानूनी सलाह के लिए लीगल एडवाइस को चुनें और कोर्ट में वकील के प्रतिनिधित्व के लिए लीगल असिस्टेंस पर क्लिक करें। अगर आपको अब भी किसी मानवीय सहायता की जरूरत है तो आप हमारे इस टेली फैसिलिटेशन सर्विस के तहत IVRS बेस्ड हेल्पलाइन सॉल्यूशन को चुन सकती हैं। इसके लिए आप 14454 डायल करें। धन्यवाद। नमस्कार, मैं आशीष आपकी किस तरह से सहायता कर सकता हूँ? मेरा नाम गीता है। मैं छेड़छाड़ से बहुत परेशान हूँ, मेरी मदद कीजिए। आपके मामले को देखते हुए आपकी बात अपने काउंसलर से कराता हूँ। आप अपनी बात इनसे खुलकर कहिए। इससे आप अपने आप में आत्मविश्वास महसूस करेंगी। इसके पश्चात मैं आपको लॉयर से कनेक्ट करा दूंगा। लोगों तक न्याय की पहुंच को और आसान करने के लिए न्याय विभाग भारत सरकार की पेशकश न्याय सेतु, एकदम गोपनीय और सुरक्षित माध्यम जिसे समाज के सभी वर्गों के साथ साथ खास तौर पर दिव्यांगों, महिलाओं, बच्चों और वरिष्ठ नागरिकों सहित सभी जरूरतमंदों को ध्यान में रखकर डिजाइन किया गया है। न्याय सेतु एक ऐसा प्लेटफॉर्म जहां कानूनी जानकारी, टेली लॉ और न्याय बंधु की सभी सेवाओं का है समागम। न्याय सेतु, सभी होंगे अब और सशक्त। न्याय पाने की राह अब होगी आसान। ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യത്തിൽ കൂടുതലും നമ്മൾ സംസാരിക്കുമ്പോൾ പറയും ഡിനയൽ ഒരു തെറ്റാണെന്ന് പറയും. പക്ഷേ ഡിനയലിൻ്റെ കൂടെ തന്നെ ഡിസ്കണ്ടിന്യൂവേഷനും ഒരു തെറ്റാണ്. ഇപ്പോൾ ഒരാൾ ട്രാൻസ്ജെൻഡർ ആണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇനി നീ ജോലിക്ക് വരണ്ട, അല്ലെങ്കിൽ നീ ഇനി ഇവിടെ പഠിക്കാൻ വരണ്ട എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ അതും ഒരു തെറ്റാണ്. പക്ഷേ ഇത് ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ ഒരു മുതിർന്ന പൗരൻ ഒരു വിൽപത്രം എഴുതി കൊടുക്കുന്ന സമയത്ത് ഇവൻ എന്നെ ശേഷകാലം നോക്കിക്കോളാം, നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വിൽപത്രം എനിക്ക് റദ്ദാക്കാനുള്ള അവകാശമുണ്ടെന്നുള്ളൊരു ചെറിയൊരു ക്ലോസ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് ഒരുപാട് പേർക്ക് അതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ ഇത്തരം നിയമങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം നമുക്ക് എങ്ങനെ ഈ വിഭാഗത്തിലുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും? അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം പല സെക്ഷൻ ഓഫ് സൊസൈറ്റിയിൽ പല സെക്ഷൻ ഓഫ് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുതിർന്നവർ ഒരു സെക്ഷൻ, കുട്ടികൾ ഇതിൽ എല്ലാ ക്രോസ് സെക്ഷനിലുള്ള കുട്ടികൾ ഈ സ്കൂളിൽ ഞാൻ പറഞ്ഞ പോലെ ഗവൺമെൻറ് സ്കൂൾ, എയ്ഡഡ് സ്കൂൾ, പ്രൈവറ്റ് സ്കൂൾസ് അതിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. കുട്ടികളിലേക്ക് തുടങ്ങുവാണെങ്കിൽ അവർ മുതിർന്നു വരുന്ന അവസ്ഥയിലേക്ക് നമുക്ക് ആ ലീഗൽ അവയർനെസ് അവരുടെ കൂടെ തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഇനിയുള്ളത് ഇപ്പോൾ ഉള്ള ആൾക്കാരിലേക്ക് എങ്ങനെ എത്തിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഈ TV വലിയൊരു മാർഗ്ഗമാണ്. ഈ മാധ്യമം വഴി ഇപ്പം ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ പലപ്പോഴും ഇങ്ങനെ ഒരു അവകാശം ഉണ്ട് എന്നത് അറിയാൻ വയ്യാത്തവരാണ് മാക്സിമം ആൾക്കാരും. 2, ഈ അവകാശം ചോദ്യം ചെയ്ത് വന്നാൽ പ്രശ്നങ്ങളുണ്ടാവും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പോൾ പോക്സോ പോലുള്ള ഒരു ഒഫൻസിൽ വീടിൻ്റെ അകത്ത് തന്നെ പ്രശ്നത്തിൽ പെട്ടിരിക്കുന്ന കുട്ടി പോലും അവർ അമ്മ പോലും കംപ്ലൈൻറ്റ് കൊടുക്കണ്ട എന്ന് പറയാനുള്ള മെയിൻ കാരണം നാളെ ഇപ്പം ഒരു പോലീസിലോട്ട് പോയി കംപ്ലൈൻറ്റ് വന്നാൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പോലീസിൽ നിന്നുള്ള ചോദ്യം ചെയ്തതിൽ കുട്ടിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കുടുംബത്തുണ്ടാകുന്ന നാണക്കേടുകൾ, അത് കഴിഞ്ഞ് കോടതിയിലോട്ട് വരുമ്പോൾ കോടതിയിൽ നിന്നുള്ള. പക്ഷേ അവർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കുട്ടി ഈ നിയമത്തിൽ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ചെല്ലുമ്പോൾ യാതൊരുവിധ ഐഡൻറ്റിറ്റിയും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. നിയമം അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. പോലീസ് ചോദ്യം ചെയ്യുകയാണെങ്കിലോ പേരൻസോ ആ കുട്ടി ആരെയാണോ വിശ്വാസത്തോടെ കൂടെ നിർത്തിയേക്കുന്നത് അവരുടെ കൂടെ മാത്രമേ പോലീസിന് ചോദ്യം ചെയ്യാൻ സാധിക്കുള്ളൂ. അതും കുട്ടിയുടെ വീട്ടിലോ കുട്ടി പറയുന്ന സ്ഥലത്തോ വെച്ച്. 3, കോടതിയിലാണെങ്കിൽ അവർ പേടിക്കുന്ന എന്താ, മറ്റേ ആ പ്രതിയുടെ വക്കീൽ വന്ന് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചെയ്ത് കുട്ടിയെ ഒരു വെപ്രാളത്തിലാക്കിയത്. അങ്ങനെ ഒരു അവസ്ഥ പോലും ഇല്ല. കുട്ടിയോട് എന്ത് ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കണോ അത് കോടതിക്ക് കൊടുക്കുക. കോടതിയാണ് അത് കുട്ടിയോട് പറയുന്നത്. ഒരവസരത്തെ പോലും കുട്ടി നേരിട്ട് അക്യൂസ്ഡിനെ കാണുന്ന ഒരവസ്ഥയില്ല. സോ ഇതെല്ലാം നിയമത്തിൽ ഇപ്പോൾ പ്രൊട്ടക്ഷനിലുണ്ട്.
ഇത് എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? അതായത് നാളെ എൻ്റെ കുട്ടിക്ക് ഈ അവസ്ഥ വന്നു, അത് നീതി കിട്ടിയേ പറ്റൂ. ഈ കിട്ടുന്നതോടൊപ്പം തന്നെ കുട്ടിയുടെ മാനസികമായിട്ടും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല, എല്ലാവിധ പ്രൊട്ടക്ഷനും നിയമം എനിക്ക് തരും എന്നൊരു അവയർനെസ് ഉണ്ടെങ്കിൽ തീർച്ചയായും കൂടുതൽ അമ്മമാർ മുമ്പോട്ട് വരും. എങ്ങനെ ദിശ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിനെ ഉപയോഗിച്ച് ഈ പറയുന്ന സോ കോൾഡ് പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് പരിഹരിക്കാനുള്ള ഒരു അവസരം എങ്ങനെ കിട്ടുന്നത്? നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതിൻ്റെ എൻ്റായ ആ സംഗതി ദിശ എന്ന ഇതിൽ കോൺസെപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യമേ പറഞ്ഞല്ലേ, എന്താണ് അവകാശം എന്ന് മനസ്സിലാക്കുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിൽ നിന്ന് ആ ഒരു ആശ്വാസം, നിങ്ങൾക്ക് ഇതിനൊരു പോംവഴിയുണ്ട് എന്ന് പറഞ്ഞ് ആശ്വാസം കൊടുക്കുക, അതാണ് ദിശയുടെ ഫസ്റ്റ് ഇത്. എന്നിട്ട് അവരെ അടുത്തയിലേക്ക് ഡയറക്റ്റ് ചെയ്യുക, നിയമോപദേശം. നിയമോപദേശം കൊടുത്തിട്ട് എന്താണ് നിങ്ങൾക്കിതിൽ ഇപ്പം നിങ്ങൾക്ക് ഇന്ന അവകാശമുണ്ട്, ഇത് ലംഘിച്ചാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് റെമഡി അവൈലബിൾ ആയിട്ടുള്ളത്. എന്നിട്ട് ആ പ്രൊബോണോ ലോയേഴ്സ് മുമ്പോട്ട് വരികയാണ്, അവരെ നിയമത്തിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. സോ എന്താണോ നമുക്കിന്ന് വേണ്ടുന്നത് അതാണ് ഈ ദിശയിലൂടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് എൻ്റായ ഈ കേരളത്തിൽ മുഴുവനും അല്ലെങ്കിൽ എൻ്റായ ഇന്ത്യയിൽ ഈ ഒരു ഇൻറ്റൻഷനോടുകൂടി ഇത് ഈ ഒരു പ്രോജക്റ്റ് കവർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത എല്ലാ ഇഷ്യൂസും അതിൻ്റെ അകത്ത് സോൾവ് ചെയ്യാൻ മാത്രം. തീർച്ചയായിട്ടും സർ, സാറിൻ്റെ ഒരു നിയമസാക്ഷരത എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മളുടെ ഈയൊരു പ്രവർത്തനത്തിലൂടെയും വളരെ വേഗത്തിൽ ഒറ്റ കോള് കൊണ്ട് നമ്മളുടെ പ്രശ്നം എത്തേണ്ടിടത്ത് എത്തുകയും അങ്ങനെ എത്തുന്നതിലൂടെ അതിന് പരിഹാരം കാണുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാനിതിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി. കേരളത്തിലൊക്കെ മൊബൈലിൻ്റെ ആക്സസിബിലിറ്റി ഏകദേശം 98% ഒറ്റ കോള് കൊണ്ട്, നമ്മുടെ മൊബൈലിൽ നിന്നുള്ള ഒരു കോള് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ കാശില്ലാതെ കാത്തിരിക്കുന്ന, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഗാർഹിക പീഡനം അനുഭവിക്കുന്ന ആളാണെങ്കിൽ ഗാർഹിക പീഡനം പുറത്ത് പറഞ്ഞ് അതിന് വലിയ കാശ് ചെലവ് വരും, ഞാൻ പുറത്തേക്ക് പോകേണ്ടി വരും. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഒറ്റ കോള് കൊണ്ട് ഇത് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. അതുകൊണ്ട് തന്നെ ദിശ എന്ന് പറയുന്നത് അത്തരം ഒരു ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു സംഗതിയായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ വരും എപ്പിസോഡുകളിൽ നമ്മൾ ഈ പറയുന്ന വിഭാഗങ്ങളുടെ എല്ലാ വിഷയങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അനുഭവത്തിനും നിങ്ങളുടെ ഈ പറയുന്ന പോലെ വാല്യുബിൾ ആയിട്ടുള്ള നിങ്ങളുടെ നോളജ്, ഇതിനെല്ലാത്തിനും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ദൂരദർശൻ്റെ ഭാഗത്തു നിന്നും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. താങ്ക് യു.